ഒരിടത്ത് ഒരു മടിയൻ കഴുതയുണ്ടായിരുന്നു. പണിയെടുക്കാൻ അവന് വലിയ മടിയാണ്. പക്ഷെ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ വലിയ ഇഷ്ടവുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ മടി പിടിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അവൻ വിറങ്ങലിച്ചു നിന്നു. അതാ ഒരു സിംഹം അവിടെ പാറപ്പുറത്തിരിക്കുന്നു. അവൻ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. സിംഹം അവനെ കണ്ടിട്ടും അനങ്ങുന്നില്ലെന്ന് മനസ്സിലായതോടെ കഴുത പതിയെ അടുത്തേക്ക് ചെന്നു. ആശ്വാസം. ഒരു വലിയ സിംഹത്തിന്റെ തോലായിരുന്നു അത്. ഒരു പക്ഷേ ഏതെങ്കിലും വേട്ടക്കാർ ഉപേക്ഷിച്ചിട്ട് പോയതാവാം. അത് കണ്ടതും ആ മടിയൻ കഴുതയുടെ ബുദ്ധിയിൽ ഒരു സൂത്രം തോന്നി. ഹായ്, കൊള്ളാമല്ലോ കളി. ഈ തോലെടുത്ത് പുതച്ചാൽ പിന്നെ ഞാൻ ആരാ? കാട്ടിലെ രാജാവ്. സിംഹമാണെന്ന് കരുതി എല്ലാവരും പേടിച്ചോളും. ഇഷ്ടമുള്ളിടത്ത് കയറി വയറ് നിറയെ ഇഷ്ടമുള്ളതെല്ലാം തിന്നാം. ആരും എന്നെ ഓടിക്കില്ല. ഇതും പറഞ്ഞ് കഴുത വേഗം ആ സിംഹത്തിന്റെ തോലെടുത്ത് സ്വന്തം ദേഹത്തിട്ടു. എന്നിട്ട് ഗ്രാമത്തിലെ ഒരു കൃഷിയിടത്തിലേക്ക് അവൻ നടന്നു. അവിടെ കുറെ പശുക്കളും ആടുകളും പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. ഈ സിംഹക്കഴുതയെ കണ്ടതും അവരെല്ലാം പേടിച്ചു വിറച്ചു. അയ്യോ, ഓടിക്കോ, സിംഹം വരുന്നേ! എല്ലാവരും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ! മൃഗങ്ങൾ എല്ലാവരും പേടിച്ചോടുന്നത് കണ്ടപ്പോൾ കഴുതയ്ക്ക് വലിയ സന്തോഷമായി. അവൻ തലയുയർത്തിപ്പിടിച്ച് ആ കൃഷിയിടത്തിലെ നല്ല പച്ചപ്പുല്ല് മുഴുവൻ തിന്നാൻ തുടങ്ങി. കർഷകർ വടിയുമായി ഓടി വന്നെങ്കിലും നിൽക്കുന്നത് സിംഹമാണെന്ന് കരുതി അവരും പേടിച്ചോടി. ആഹാ, എന്റെ ബുദ്ധി സമ്മതിക്കണം. ഇപ്പൊ ഞാനാണ് ഇവിടത്തെ രാജാവ്. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കുറുക്കൻ അങ്ങോട്ട് വന്നത്. കുറുക്കനെയും ഒന്ന് പേടിപ്പിക്കാമെന്ന് കഴുത കരുതി. അവൻ പതുക്കെ കുറുക്കന്റെ അടുത്തേക്ക് ചെന്നു. സിംഹത്തിനെ കണ്ട് കുറുക്കനും ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ കുറുക്കൻ പേടിക്കുന്നത് കണ്ട സന്തോഷത്തിൽ നമ്മുടെ കഴുത ഒരു കാര്യം മറന്നുപോയി. സിംഹത്തെ പോലെ ഗർജിക്കുന്നതിനു പകരം അവൻ സ്വന്തം ശബ്ദത്തിലാണ് ഒച്ച വെച്ചത്. ഇത് കേട്ടതും പേടിച്ചോടാൻ തുടങ്ങിയ കുറുക്കൻ പെട്ടെന്ന് നിന്നു. അവന് കാര്യം പിടികിട്ടി. ഓഹോ, അപ്പോൾ സംഗതി ഇതാണല്ലേ. വേഷം കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ചു. പക്ഷെ വായ തുറന്നപ്പോ മനസ്സിലായി നീ വെറും ഒരു കഴുതയാണെന്ന്. കഴുതയുടെ കരച്ചിൽ കേട്ട് പേടിച്ചോടിയ കർഷകരും തിരിച്ചെത്തി. എടാ കള്ള കഴുതേ, പറ്റിക്കാൻ നോക്കുന്നു. ഇവനെ വെറുതെ വിടരുത്, നല്ല അടി കൊടുക്കണം. കള്ളത്തരം പിടിക്കപ്പെട്ട കഴുതയ്ക്ക് അന്ന് കർഷകരുടെ കയ്യിൽ നിന്നും നല്ല തല്ല് കിട്ടി. അവൻ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം ഒരിക്കലും കഴുത കള്ളം പറയുകയോ മടി പിടിച്ചിരിക്കുകയോ ആരെയും പറ്റിക്കുകയോ ചെയ്തിട്ടില്ല.